കാട് കയറുമ്പോൾ എന്തിനാണ് നമ്മൾ ബോഡി സ്പ്രേ ഒഴിവാക്കണം എന്ന് പറയുന്നത്? നമ്മൾ കുട്ടികളായിട്ട് പഠനയാത്രയ്ക്ക് പോകുമ്പോൾ സ്കൂളിൽ നിന്നും അങ്ങനെയുള്ള പഠനയാത്രകളൊക്കെ പോകില്ലേ, പിന്നെ ക്യാമ്പ് നടത്തുമ്പോൾ, ഇനി നിങ്ങളായിട്ട് കാട് കയറുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഗോൾഡൻ റൂൾ എന്ന് വെച്ചാൽ ദ ഓൺലി റൂൾ. ഹായ്, നമ്മളെവിടെയെന്നറിയോ? ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടൈഗർ റിസർവായ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലാണ്, വള്ളക്കടവ് റേഞ്ചിൽ. കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഏക പേരാതാ ഇന്ദുചൂടൻ. അദ്ദേഹത്തിൻ്റെ മരണാർത്ഥം ഒരു ക്യാമ്പ് നടത്തുകയാണ് JG പീറ്റർ ഫൗണ്ടേഷനും കേരള വനംവകുപ്പും ചേർന്നിട്ട്. ആ ക്യാമ്പിൽ ഇന്ദുചൂടൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആദ്യ ക്യാമ്പിലുണ്ടായിരുന്ന 2 പേരാണ് നമ്മളോട് കാടിൻ്റെ അനുഭവം, കാടനുഭവം, എക്സ്പീരിയൻസ് ഇതൊക്കെ ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത്. സുരേഷ് ഇളവൻ സാറും സുശാന്ത് സാറും. കാട്ടിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ട്രാവലറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാട്ടിൽ നമ്മൾ പക്ഷികളെ കാണാൻ അല്ലെങ്കിൽ മൃഗങ്ങളെ കാണാൻ എന്തിനാണെങ്കിലും ഗോൾഡൻ റൂൾ. ഞാൻ പറയുന്ന ഗോൾഡൻ റൂൾ എന്ന് വെച്ചാൽ ദ ഓൺലി റൂൾ ഇസ്, നേരത്തെ പറഞ്ഞ പോലെ കണ്ണും കാതും തുറന്നു വയ്ക്കുക, വായടയ്ക്കുക, സംസാരിക്കാതിരിക്കുക. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. കാരണം പക്ഷികളും മൃഗങ്ങളും എല്ലാം വളരെ സെൻസിറ്റീവാണ്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും വളരെയധികം സെൻസിറ്റീവാണ്. ചെറിയൊരു അനക്കം മതി അവർ പ്രദേശത്ത് നിന്ന് മറന്നുപോകും. അതാണ് ആദ്യമായിട്ട് ഈ സുരേഷ് പറഞ്ഞ പോലെ തന്നെ നീലകണ്ഠൻ സാർ ആദ്യം പറഞ്ഞിരുന്നതാണ്, നമ്മൾ ഫീൽഡിൽ പോകുമ്പം വളരെ നിശബ്ദമായിട്ട് പോകണം. സാർ വളരെയധികം അതിൽ ശ്രദ്ധിച്ചിരുന്നു. നമ്മളിപ്പോൾ ഫീൽഡിൽ പോകുമ്പോൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സാർ ഉടൻ തന്നെ ഗെറ്റ് ഔട്ട് അടിക്കും, പിന്നെ നമ്മളെ ഫീൽഡിൽ കൊണ്ടുപോകത്തില്ല. അപ്പം അത് നമ്മൾ പലപ്പോഴും നമ്മൾ വളരെയധികം അത് നമ്മൾ പാലിച്ചിട്ടുണ്ട്. അങ്ങനെ വരും. കാര്യം പക്ഷികൾക്ക് നേരെ അതുപോലെ കൈ ചൂണ്ടരുത്, വടിയെടുത്ത് ചൂണ്ടരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറ് നമുക്ക് പറഞ്ഞു തന്നിരുന്നു. അത് തന്നെയാണ് എപ്പോഴും നമ്മളത് ഫീൽഡിൽ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വേഷങ്ങൾ, ഭയങ്കര കളർഫുള്ളായിട്ടുള്ള വേഷങ്ങൾ, അത് പക്ഷിയൊക്കെ പെട്ടെന്നൊരു ഇതുണ്ടാക്കും. നമുക്ക് വളരെ അടുത്ത് കാണാൻ പറ്റുമായിരുന്ന പല പക്ഷികളും ചിലപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ പറന്നു പോകും. അത് നമ്മൾ പക്ഷി നിരീക്ഷണം കുറച്ചുകൂടി ഗൗരവമായിട്ട് എടുക്കുമ്പോൾ നമുക്കത് വളരെയധികം മനസ്സിലാക്കും. ഇങ്ങനെയുള്ള പാഠങ്ങൾ, നീലകണ്ഠൻ സാറ് പറഞ്ഞു തന്ന പാഠങ്ങൾ നമ്മളിങ്ങനെ തുടർന്ന് പോകുന്നു. അത് തീർച്ചയായിട്ടും പ്രകൃതി നിരീക്ഷണത്തിന്, പക്ഷി നിരീക്ഷണത്തിന് മാത്രമല്ല പ്രകൃതി നിരീക്ഷണത്തിനും അത് ബാധകമാണ്. അത് നമ്മൾ പറയുന്നത് വെച്ചാൽ മൃഗങ്ങൾക്ക്, ആനകൾക്കൊക്കെ നമ്മുടെ ഗന്ധം അവർക്ക് പരിചിതമാണ്, മനുഷ്യൻ്റെ ഗന്ധവും മനുഷ്യൻ്റെ വേർപ്പിൻ്റെ ഒക്കെ. പക്ഷേ നമ്മൾ അല്ലാത്തൊരു പെർഫ്യൂമൊക്കെ ഉപയോഗിക്കുമ്പോൾ അതൊരു അവർക്ക് ഒരു അപരിചിതമായിട്ടുള്ള ഒരു ഗന്ധമാണ്. അത് അവയെ പ്രകോപിപ്പിക്കാനോ ഒരു കാരണമാകുന്നുണ്ട്. ശാന്തമായിട്ടിരിക്കുന്ന ആനക്കൂട്ടം ചിലപ്പം ഈ ഗന്ധമടിച്ചിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ വരും. അതുകൊണ്ടാണ് വനയാത്രകളിൽ നമ്മൾ ഈ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കരുത്, പെർഫ്യൂംസ് ഉപയോഗിക്കരുതെന്ന് പറയുന്നു, പൊതുവെ പറയുന്നു. PTR പെരിയാർ ടൈഗർ റിസർവ് ആണ് നമ്മുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് എല്ലാ വിധത്തിലും. ബയോഡൈവേഴ്സിറ്റി ആണെങ്കിലും അതല്ലാതെ ഇപ്പോൾ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പാക്കേജസ് ഉണ്ട്. എല്ലാം വളരെ സേഫ് ആയിട്ടുള്ള പാക്കേജസ് ആണ്. അപ്പോൾ ഏത് വിധത്തിൽ നോക്കിയാലും PTR പക്ഷികളുടെ സമൃദ്ധി നോക്കുകയാണെങ്കിലും ആനിമൽസിൻ്റെ നോക്കുകയാണെങ്കിലും പെരിയാർ ടൈഗർ റിസർവ് ആണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഞങ്ങളൊക്കെ 1987 ആദ്യത്തെ കേരളത്തിലെ പക്ഷി നിരീക്ഷകരുടെ ഒരു സംഗമം നീലകണ്ഠൻ സാറിൻ്റെ താല്പര്യത്തിൽ നടത്തി. 1987 അതിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. സുശാന്ത് ഉണ്ടായിരുന്നു. 26 പേരോളമാണ് അന്ന് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അന്നത്തെ ഓർമ്മകളിലുണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഒരു കാട്ടിൽ ഒരു പക്ഷി നിരീക്ഷണത്തിന് പോകുന്നത്, അതും ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള നീലകണ്ഠൻ സാറിനെ പോലുള്ള ആൾക്കാർ, അന്നത്തെ സീനിയേഴ്സായിട്ടുള്ള സുരേഷ് ഇളമൺ, PK ഉത്തമൻ, അഡ്വക്കേറ്റ് നമശിവായൻ, അതുപോലെ വേണുഗോപാൽ, ഡോക്ടർ ശ്രീകുമാർ, ഇങ്ങനെ ഇവരുമായിട്ടൊക്കെ ഒരു മിങ്കിളിങ്, അത് വളരെയധികം ഒരു അനുഭവമായിരുന്നു. അതിന് ഞാൻ അല്ലാതെ ഞങ്ങളിങ്ങനെ കൂട്ടുകാർ പോകുമ്പോൾ ഞങ്ങൾ പക്ഷി നിരീക്ഷണം നടത്തുന്ന പോലെ അല്ലല്ലോ, വളരെ അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാരുമായിട്ട് പോകുക. അത് വളരെ നല്ല അനുഭവമായിരുന്നു. PTR തീർച്ചയായിട്ടും എന്നും പിന്നെയും PTRൽ വരണമെന്ന് തോന്നിയത് 1987 ആ പക്ഷി നിരീക്ഷണ ക്യാമ്പ്. പക്ഷി നിരീക്ഷണമായിട്ട് ബന്ധപ്പെട്ടല്ല, അന്നത്തെ ഒരു വലിയൊരു അഡ്വഞ്ചർ നടന്നത്. ഞങ്ങൾ ബോട്ട് ലാൻഡിങ്ങിൽ പക്ഷികളെ നോക്കാനായിട്ട് ലാൻഡിങ്ങിൽ എവിടെയോ പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ നടപ്പാതയുടെ സൈഡിൽ, എപ്പോഴും പറയില്ല നടപ്പാത വിട്ട് പോകാൻ പാടില്ല എന്നൊക്കെയുള്ള റൂൾസ് പറയാറുണ്ട്. പക്ഷേ ഒരു കോർമറിൻ്റെ മറ്റോ ആണെന്ന് തോന്നുന്നു, കുറച്ച് ദൂരെ ഇരിക്കുവോ അതിൻ്റെ നെസ്റ്റോ മറ്റോ കാണാനായിട്ട് ഒരു ഡോക്ടർ നടന്നപ്പോൾ ആക്ച്വലി അതൊരു ചതുപ്പായിരുന്നു. ചതുപ്പെന്ന് വെച്ചാൽ ക്വിക്ക് സാൻഡ് എന്ന് പറയില്ലേ, ക്വിക്ക് സാൻഡായിരുന്നു. അദ്ദേഹം അതിലങ്ങ് പോയി, ഹിപ്പ് വരെ ചെളിക്കകത്തേക്ക് പോയി.
പിന്നെ ആർക്കും അങ്ങനെ അടുത്തേക്ക് പോകാൻ വയ്യ. എന്നിട്ട് എനിക്കൊന്ന് സുശാന്ത് കൂടെ തന്നെ ആയിരുന്നു തോന്നുന്നു. അതെ, രാജീവൻ അവരെല്ലാവരും കൂടെ ബെൽറ്റ് അഴിച്ച് ആ ബെൽറ്റ് കെട്ടി ഇയാൾക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തിട്ട് അയാളെ വലിച്ച് അതിൽ നിന്ന് എടുക്കുമായിരുന്നു. അപ്പോൾ അന്ന് പക്ഷേ ആ സമയത്ത് നമുക്കൊരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചാൽ, ഭാഗ്യം അങ്ങനെയല്ല, നീലകണ്ഠൻ സാർ അപ്പം കുറച്ച് മുന്നോട്ട് പോയിരുന്നു. സാർ ഈ രംഗം കണ്ടിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ നമുക്കന്ന് ആ ക്യാമ്പിൽ തന്നെ വളരെയധികം ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഗെറ്റൗട്ട് അടിക്കുകയോ ചെയ്യായിരുന്നു. അങ്ങനെ ഒരു പിന്നീട് സാറിന് ആ ഫോട്ടോ അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ കാടിൽ ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തെളിവാണ്.